ശ്രീ ജി സുധാകരൻ എവിടെ, സജി ചെറിയാൻ എവിടെ? ഇത് തമ്മിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു താരതമ്യം ആർക്കെങ്കിലും നടത്താൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. കാരണം ശ്രീ ജി സുധാകരനുമായിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പവും ബന്ധമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ, പൊതുപരിപാടികളിൽ ഞങ്ങൾ ഒന്നിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ സുമാർ അഴീക്കോടിൻ്റെ പേരിലുള്ള ആ തത്വമസി പുരസ്കാരം ഈ കഴിഞ്ഞ വർഷത്തെ അത് അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെയും ഒരു 2-3 പേരുടെ ഒരു പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അപ്പോൾ ഞാൻ ആ സംഘടനയുടെ ചീഫ് പേട്രനാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഈ പേരുകൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരൊറ്റ അഭിപ്രായം പറഞ്ഞുള്ളൂ. കാരണം അതിൽ ഞാൻ നോക്കിയപ്പോൾ ജി സുധാകരനെ കഴിയുന്ന നല്ല ഒരാളെ എനിക്കതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അത് കാരണം എൻ്റെ ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു അടുപ്പം കൊണ്ടുള്ള ഒരു അതുകൊണ്ട് മാത്രമല്ല അത് ഞാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ്. കേരളം കണ്ടിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. കാരണം അത് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് PWD എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. അഴിമതി ലെവലേശമില്ലാത്ത ഒരു നേതാവ്. ധാർഷ്ട്യം അദ്ദേഹത്തിൻ്റെ ഇല്ല. ഞാൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്, ബന്ധമുണ്ട്. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തതിന് ശേഷമൊക്കെ. പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ അനുഭാവികളിൽ, ഇടതുപക്ഷ പ്രവർത്തകർ, രാഷ്ട്രീയക്കാരിൽ നിന്നും വളരെ വിഭിന്നനാണ് അദ്ദേഹം എന്നൊന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും. കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഏതാണ്ട് കൊടുക്കാനുള്ള ഒരു ലക്ഷണമുണ്ട് ഇവർക്കൊക്കെ. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പെരുമാറ്റം. പക്ഷെ അദ്ദേഹം ഭരിക്കുന്ന വകുപ്പിൽ ഉദ്യോഗസ്ഥരോട് ചിലപ്പോൾ അദ്ദേഹം അത് ഭരിക്കുന്നതിൻ്റെ കാര്യമാണ്, അത് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. എല്ലാവരുടെ അടുത്തും ചങ്ങാത്തമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, ഈ അവാർഡ് കൊടുക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ഞാൻ കണ്ടത് ശ്രീ ജി സുധാകരൻ തന്നെയാണ്. അതുകൊണ്ട് ആ അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ആ അവാർഡ് ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന് ആ അവാർഡ് പ്രസൻറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ഒരു പരിപാടിക്ക് പോകേണ്ടതുകൊണ്ട് എനിക്ക് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അനുവാദം ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ എന്ന്. ഉടനെ എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഒരു കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞു. വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യത്തുമില്ല, അത് ചോദിക്കത്തുമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം എങ്ങനെ അത് എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു നല്ല ബോധവുമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് ഈ പാർട്ടി കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പടവെട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ശ്രീ ജി സുധാകരൻ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടകരമായ അനുഭവങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് നമുക്കൊക്കെ കാണുമ്പോൾ അറിയാം. അദ്ദേഹത്തിന് മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് വെച്ച് നടത്തുന്ന ഒരു സമ്മേളനത്തിൽ പോലും, പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തിന് വിളിക്കുന്നില്ല, ഒഴിവാക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു മനോവ്യഥ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതാണ്. എന്നിട്ടും അദ്ദേഹം ആ പാർട്ടിയൊന്നും വിടുന്നില്ല കേട്ടോ. ആ പാർട്ടിയിൽ നിന്നും അദ്ദേഹം മാറുന്നില്ല. അതാണ് ജി സുധാകരൻ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടേക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആളുകളിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ കൈകൊണ്ടി പറയും ശ്രീ ജി സുധാകരൻ തന്നെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയും. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. മനുഷ്യത്വം വേണം, നല്ല പെരുമാറ്റമായിരിക്കണം, ഇതെല്ലാം ഈ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം സജി ചെറിയാനൊക്കെ അദ്ദേഹത്തിനെ ആക്ഷേപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് പ്രസ്താവനകൾ നടത്തിയത്. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ എഴുന്ന് പിടിച്ച് പറയുകയാണ്. ജി സുധാകരൻ പാർട്ടിയോടൊപ്പം ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ജി സുധാകരൻ എന്ന പേര് പറയാനുള്ള യോഗ്യത സജി ചെറിയാനുണ്ടോ? ആലോചിച്ചു. ഈ സജി ചെറിയാൻ എവിടെ കിടക്കുന്നു, ജി സുധാകരൻ എവിടെ കിടക്കുന്നു? ഈ വിവരമുള്ള ഒരു മനുഷ്യനാണ് ജി സുധാകരൻ. അതാണ് പ്രത്യേകത. ഇവർ തമ്മിലുള്ള ആ താരതമ്യ പഠനത്തിൽ നല്ല വിവരമുള്ള ഒരു മനുഷ്യനാണ് ജി സുധാകരൻ. അപ്പോൾ ഇത് പറഞ്ഞ എന്താണെന്നറിയോ, ജി സുധാകരൻ പാർട്ടിക്കൊപ്പം നടക്കണം. ഇത് പറയാൻ ഈ സജി ചെറിയാൻ ആരാണ് യഥാർത്ഥത്തിൽ? ജി സുധാകരൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഈ സജി ചെറിയാനെ കൈപിടിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ജി സുധാകരനാണ്. അതിൻ്റെ കുഴപ്പം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അത് തന്നെ സംഭവിച്ചേക്കുന്നത്.
ഒരിക്കൽ ഒരാൾ ചോദിക്കാനിടെ ഒരാളുടെ അടുത്ത് പറഞ്ഞ്, എൻ്റെ ഒരു സുഹൃത്ത് വലിയ ഒരാളുടെ അടുത്ത് പറഞ്ഞ്, സാറിനെ കുറിച്ച് ഇങ്ങനെ അയാൾ ഇത്തിരി മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ അതിന് വഴിയില്ലല്ലോ. അയാൾ മറുപടി പറഞ്ഞു, എന്ത്? അല്ല, ഞാൻ അയാൾക്ക് ഒരു ഉപകാരവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. അപ്പോൾ ജി സുധാകരൻ സജി ചെറിയാനെ കൈപിടിച്ച് കൊണ്ടുവന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലുമുള്ള ഒരു അവസരം ഈ സജി ചെറിയാനില്ല. അത് കാരണം ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് വളരെ അനിശ്ചിത നേതാവല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റുകയില്ല. അങ്ങനെയുള്ളപ്പോൾ അതിനൊരു വേദി പോലും ഉണ്ടാക്കി കൊടുത്തത് ശ്രീ ജി സുധാകരനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് ഇനി അത് സജി ചെറിയാനാണ് പറയേണ്ടത്. ഏതായാലും ജി സുധാകരൻ തുറന്നടിച്ചു. കാരണം എന്നെ പഠിപ്പിക്കാനൊന്നും ആളായിട്ടില്ല സജി ചെറിയാൻ. കാരണം സജി ചെറിയാൻ ആരാണ്? ഇത്രയും ഇപ്പം ഈ 75 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ അടുത്താണ് ഇതേപോലുള്ള വൃത്തികേടുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ജീവിതം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു നേതാവ്, ഈ നല്ല അന്തസ്സായിട്ട് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കും, പറയുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ്, ശരിയായ രീതിയിൽ അവതരിപ്പിക്കും. ആ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇതുപോലെ കോർണർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് വരും. ഇത് കണ്ട് എനിക്ക് സങ്കടമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിനെ വളരെ ഇഷ്ടമാണ്. അത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊണ്ട് മാത്രമല്ല, അദ്ദേഹം കൊള്ളാവുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ്, ഒരു മനുഷ്യ സ്നേഹി ആയതുകൊണ്ടാണ് എനിക്കിഷ്ടം. കാരണം അന്ന് ഇവിടെ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതി ഏതാണ്ട് തുടച്ചു നീക്കിയ മട്ടായിരുന്നു കേട്ടോ. കോൺട്രാക്ടേഴ്സുമായിട്ടൊന്നും ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ഇതൊന്നും അദ്ദേഹം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആ രീതിയിലാണ് അങ്ങോട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. നല്ല അന്തസ്സുള്ള ഭരണം, നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ആ രീതിയിൽ അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിനെയാണ് ഇതേപോലുള്ള അനാവശ്യങ്ങളൊക്കെ വിളിച്ച് എങ്ങനായിരിക്കണം പാർട്ടി പ്രവർത്തകൻ എന്നുള്ളത് പഠിപ്പിക്കാൻ സജി ചെറിയാനെപ്പോലുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതാ ഞാൻ പറഞ്ഞത്, സജി ചെറിയാൻ എവിടെ, ആരെ, ജി സുധാകരൻ എവിടെ? നമ്മളതാ ചിന്തിക്കേണ്ടത്. ജി സുധാകരനെ പോലുള്ള ഒരു നേതാവിനെ പഠിപ്പിക്കാനൊന്നും സജി ചെറിയാൻ വളർന്നിട്ടില്ല കേട്ടോ. ആ രീതി നമ്മൾ കണക്കാക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഏതായാലും ശ്രീ ജി സുധാകരൻ പറഞ്ഞ ആ വർത്തമാനമൊക്കെ ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്, പ്രതികരിച്ചത്. അദ്ദേഹം അതുപോലെ പ്രതികരിക്കണം. സജി ചെറിയാനിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഉണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ ജി സുധാകരൻ എന്ന് പറയുന്നത് ഏതാണ്ട് ബ്രാഞ്ചിലേക്ക് തരംതാഴ്ത്തപ്പെട്ട അവസ്ഥയാണ് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങളൊന്നും ഇതിൽ പാടില്ലെന്നല്ല പറയുന്നത്. അതിന് അത് ആ 75 വയസ്സ് ബാധകമല്ലാത്തതും എന്നും ബാല്യമായിട്ടിരിക്കുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർക്കാണ്, വേറെ ആർക്കുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സ് പ്രശ്നമല്ല. പക്ഷെ ജി സുധാകരനെ പോലുള്ള വിവരമുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ 75 വയസ്സ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിനെ അതിൻ്റെ താഴ്ന്ന നിലയിലേക്ക് അത് വെച്ചോട്ടെ. എന്നാലും അദ്ദേഹം നല്ലൊരു പാർട്ടി പ്രവർത്തനമായിട്ട് പറയും. മാത്രമല്ല, അദ്ദേഹം ഇതിലെ പല നേതാക്കളെയും പല നടപടികളെയും അദ്ദേഹം വിമർശിക്കും. യഥാർത്ഥത്തിൽ അതല്ലേ വേണ്ടത്? അപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം നേരെ നടക്കാൻ വേണ്ടിയല്ലേ ജി സുധാകരൻ അത് പറയുന്നത്? അദ്ദേഹം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, വിമർശിക്കുമ്പോൾ അത് ആ രീതിയിൽ എടുക്കാതെ അദ്ദേഹത്തിനെ ഒരുമാതിരി ചവിട്ടി തേക്കുന്ന വിധത്തിൽ പെരുമാറുക എന്ന് പറയുന്നത് എന്തുമാത്രം കഠിനമായ ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. അങ്ങനെയല്ല വേണ്ടത്, ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കണം. ഈ പാർട്ടി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മുതലാണ് അദ്ദേഹം. അതിന് പകരം അവരത് തിരിച്ചറിയുന്നില്ല. അവർക്ക് തന്നെ കുഴിവെട്ടുകയാണ് യഥാർത്ഥത്തിൽ. ജി സുധാകരനെ പോലെയുള്ള കൊള്ളാവുന്ന ആളുകളെ ഇതേപോലെ അടക്കിയിരുത്താൻ ശ്രമിക്കുമ്പോൾ, അമർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്കാർക്കും ഇഷ്ടമല്ല. കാരണം ഇവരൊക്കെ ചെയ്യുന്നത് എല്ലാം രാജാവ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്ന് നന്നായിട്ട് പറഞ്ഞോണം. ആ രീതി പറയാൻ ജി സുധാകരൻ കിട്ടത്തില്ല. അദ്ദേഹം പറയേണ്ട അഭിപ്രായങ്ങൾ തുറന്നു പറയും. അത് ഈ പാർട്ടിക്ക് വേണ്ടി തന്നെ പറയുന്നത്. എത്ര നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒഴുക്കിനെതിരെ ഇതുപോലെ നീന്താൻ പറ്റും എന്നെനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, എവിടെ ചെന്നേനെന്നറിയാം. ഈ പാർട്ടിക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രമല്ലേ അദ്ദേഹത്തിന് അവസാനം സീറ്റും കൊടുക്കുന്നില്ല, മത്സരിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിനെ മന്ത്രിയാക്കുന്നില്ല. അതൊന്നും വേണമെന്നില്ല. പക്ഷേ
അദ്ദേഹത്തിൻ്റെ ആ ആ ഇതുപോലെ ആ കേപ്പബിലിറ്റി ഉണ്ടല്ലോ, കഴിവ്, അതെങ്കിലും അതുപോലെ അനുഭവ പരിചയം, ഇതൊക്കെ ഒന്ന് മുതലെടുക്കാൻ പാടില്ലായിരുന്നു ഈ പാർട്ടിക്ക്. അതുകൊണ്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ആരും പഠിക്കണം. അത് പഠിക്കുന്നില്ല. വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണ്. വിമർശിക്കാൻ പാടില്ല. കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ് അവരുടെ പ്രിൻസിപ്പിൾ. അതായത് രാജാവ് തെറ്റിയത്തില്ലെന്നല്ല, രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ രാജാവ് എന്ത് ചെയ്താലും ശരിയാണ്. ഈ കാഴ്ചപ്പാടിലൂടെയാണ് ഈ പാർട്ടി ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജി സുധാകരനെ പോലുള്ള നേതാക്കളെ ഉണ്ടല്ലോ, ഇതേപോലെ അദ്ദേഹത്തിനൊക്കെ ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന മനപ്രയാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരാളെ അവോയ്ഡ് ചെയ്യുമ്പോൾ ന്യായമായിട്ടും അദ്ദേഹത്തിന് മനസ്സിൽ വലിയ വിഷമം ഉണ്ടാകത്തില്ലേ? എന്തിനൊരു മനുഷ്യനെ ഇങ്ങനെ മനപ്രയാസപ്പെടുത്തുന്നു? അപ്പോൾ അത് ചിന്തിക്കണം. ഉള്ളു തുറന്ന് ഒന്ന് നല്ലതായിട്ടൊന്ന് പെരുമാറാൻ പഠിക്കണം. അതാണ് ഈ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്.